ഗസ വെടിനിർത്തലിലേക്ക് പോവുകയാണോ? ടോട്ടൽ വിക്ടറി എന്ന ലക്ഷ്യം നെതന്യാഹു കൈയൊഴിഞ്ഞോ? വിട്ടുവീഴ്ചയ്ക്ക് ഹമാസും തയ്യാറാവുകയാണോ? വിശദമായി നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. അടുത്ത മാസം അഥവാ 2025 ജനുവരിയിൽ ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദീർഘമായ കാലത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വെടിനിർത്തലിന് തയ്യാറാണെന്ന് അറിയിച്ചതായി അമേരിക്ക പറയുന്നു. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. ഇസ്രായേലിനുള്ളിൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള പ്രതിഷേധം പണ്ടത്തേക്കാൾ ശക്തമാണ്. UN ജനറൽ അസംബ്ലിയിലും സെക്യൂരിറ്റി കൗൺസിലിലും നിരന്തരം വെടിനിർത്തൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നുമല്ല നെതന്യാഹു വഴങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനം ജനുവരി 20 അമേരിക്കയിൽ പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ട്രംപിൻ്റെ നിലപാടാണ്. താൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് യുദ്ധം തീർക്കണമെന്ന് ട്രംപ് നെതന്യാഹുവിനോട് നിർദ്ദേശിച്ചു എന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോൾ ട്രംപ് പറയുന്നത് അനുസരിക്കേണ്ടത് നെതന്യാഹുവിന് നിർബന്ധമാണ്. ജനുവരി 20 അധികാരമേൽക്കുന്നതിന് മുമ്പ് ഗസ വെടിനിർത്തൽ കരാറിലെത്താനും ബന്ദികളെ മോചിപ്പിക്കാനും സഹായിക്കുന്നതിനുള്ള ദൗത്യവുമായി ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഖത്തറിലേക്കും ഇസ്രായേലിലേക്കും എത്തിയിരുന്നു. നവംബർ അവസാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി എന്നിവരുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയതായും റോയിട്ടേഴ്സ് അന്ന് റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഖത്തറും ഈജിപ്തും പലവട്ടം മധ്യസ്ഥ ചർച്ചകൾ നടത്തി. ട്രംപിൻ്റെ ഈ നീക്കത്തെ ബൈഡൻ സർക്കാരും പിന്തുണക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ സെക്യൂരിറ്റി അഡ്വൈസർ ജെയ്ക്ക് സള്ളിവൻ ഇസ്രായേൽ നേരിട്ടെത്തി വെടിനിർത്തൽ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ്. നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജെയ്ക്ക് സള്ളിവൻ പറഞ്ഞത് നെതന്യാഹു ഒരു വെടിനിർത്തലിന് തയ്യാറാണെന്ന് തനിക്ക് മനസ്സിലായി എന്നാണ്. വെടിനിർത്തലിൻ്റെ എല്ലാ സാധ്യതകളും നെതന്യാഹു തടയുന്നതായാണ് ഇതുവരെ ലോകം കണ്ടിരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു വെടിനിർത്തൽ കരാറിൻ്റെ വക്കീലെത്തിയിരുന്നുവെങ്കിലും നെതന്യാഹു അവസാന മണിക്കൂറിൽ എതിര് നിന്നതാണ് വെടിനിർത്തൽ ഇല്ലാതാക്കിയത്. ഗസയിൽ ബോംബാക്രമണം തുടരാനുള്ള തൻ്റെ തീരുമാനത്തെ ന്യായീകരിക്കാൻ നെതന്യാഹു ഉപയോഗിച്ച രേഖകൾ വ്യാജമാണെന്ന് പിന്നീട് അമേരിക്ക തന്നെ കണ്ടെത്തുകയും ചെയ്തു. ഗസ വെടിനിർത്തൽ വിഷയത്തിൽ ട്രംപ് ടീമുമായി ബൈഡൻ ഭരണകൂടത്തിന് വളരെ മികച്ച കൂടിയാലോചനയും ഏകോപനവും ഉണ്ടെന്ന് ജെയ്ക്ക് സള്ളിവൻ പറഞ്ഞതോടെ വെടിനിർത്തൽ പ്രതീക്ഷകൾ സജീവമാവുകയാണ്. ഇപ്പോൾ ടോട്ടൽ വിക്ടറി മാറ്റിവെച്ച് മറ്റു പല കാര്യങ്ങളും തൻ്റെ നേട്ടമായി അവതരിപ്പിക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രധാന ശത്രുവായ ഇറാനെയും ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്ന അച്ചുതണ്ടിനെയും തകർത്തു എന്നാണ് അവകാശവാദം. ഇറാൻ്റെ പ്രസിഡന്റ്, വിദേശകാര്യമന്ത്രി എന്നിവരുടെ കൊലപാതകം, ഇറാൻ മണ്ണിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധം എന്നിവ സ്വയം ഏറ്റെടുക്കാതെ തന്നെ ഇസ്രായേൽ വിജയമായി ഉള്ളിൽ ആഘോഷിക്കുന്നു. ലബനാനിൽ ഹസൻ നസ്രുള്ളയെയും ഹിസ്ബുള്ളയുടെ മറ്റു പ്രമുഖ നേതാക്കളെയും ഇല്ലാതാക്കി. പേജർ ആക്രമണങ്ങളിലൂടെ ഹിസ്ബുള്ളയുടെ അടിത്തറ ഇളക്കാൻ കഴിഞ്ഞു. യഹിയ സിൻവാർ അടക്കം ഹമാസിൻ്റെ പ്രമുഖ നേതാക്കളെ ഇല്ലാതാക്കി. സിറിയയാണ് ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ആസ്ഥാനം. അവിടെ നിന്നും ഇറാൻ പൂർണ്ണമായും പിൻവാങ്ങി. ലബനാനിലേക്ക് ആയുധം വരുന്നത് തടയാനായി. സിറിയയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തുകയും പുതിയ ഭൂപടം പരക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇസ്രായേൽ പരസ്യമായും രഹസ്യമായും ആഘോഷിക്കുന്ന യുദ്ധവിജയങ്ങൾ. പക്ഷേ നെതന്യാഹു യുദ്ധം തുടങ്ങുമ്പോൾ പറഞ്ഞ ലക്ഷ്യങ്ങളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. ഹമാസിനെ ഗസയിൽ ഇല്ലാതാക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, ഗസ ഇനി ഇസ്രായേലിന് ഭീഷണിയാകില്ല എന്നുറപ്പാക്കുക. ഇത് മൂന്നുമായിരുന്നു നെതന്യാഹുവിൻ്റെ യുദ്ധലക്ഷ്യങ്ങൾ. ഇത് മൂന്നും നേടുന്നതിനെയാണ് നെതന്യാഹു ഒരു വർഷമായി ടോട്ടൽ വിക്ടറി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മറുഭാഗത്ത് ഹമാസും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു എന്നാണ് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും മാധ്യമങ്ങൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനം വെടിനിർത്തിയാലും ഫിലാഡൽഫി ഇടനാഴി അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ ഇസ്രായേലിൻ്റെ സൈനിക സാന്നിധ്യം ഹമാസ് അംഗീകരിക്കും എന്നതാണ്. ഗസയിലുള്ള ബന്ദികളുടെ പട്ടികയും ഹമാസ് മധ്യസ്ഥർക്ക് കൈമാറിയെന്നാണ് റിപ്പോർട്ട്. US പൗരന്മാർ, സ്ത്രീകൾ, പ്രായമായവർ, ആരോഗ്യപ്രശ്നങ്ങളുള്ള ബന്ദികൾ, മരിച്ച 5 ബന്ദികളുടെ മൃതദേഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പട്ടികയാണ് ഹമാസ് കൈമാറിയിരിക്കുന്നത്. ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റും ഹമാസ് നൽകിയിട്ടുണ്ട്. ഈ മാസാവസാനം കരാറിൻ്റെ അന്തിമ രൂപം ആകുമെന്നാണ് കരുതപ്പെടുന്നത്. ജോർദാനിലെ അക്കബയിൽ ചേർന്ന യോഗത്തിന് ശേഷം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അതിൻ്റെ സൂചന നൽകുകയും ചെയ്തു. തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായവും ബ്ലിങ്കൻ തേടിയിരിക്കുന്നു. 50,000-ഓളം മനുഷ്യരുടെ ജീവനെടുത്ത ഫലസ്തീൻ പ്രശ്നം എന്നത്തേക്കാളും ഉയരത്തിൽ ഉയർത്തിയ ഈ യുദ്ധകാലം അവസാനിക്കുമോ? കാത്തിരിക്കാം.